എനിക്ക് പേഴ്സണലി കിട്ടിയ ഒരു റിസൾട്ട് എന്ന് വെച്ചാല് എനിക്ക് കുറെ കാലങ്ങളായിട്ട് ശ്വാസമുട്ടിന്റെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല, അത്രയധികം ശ്വാസമുട്ടിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ വന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ കവചപ്രാശം കുറച്ച് മരുന്ന് കഴിക്കാൻ വളരെ മടിയുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും ഞാൻ ഈ ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റിന്റെ ഗുണം കാരണം ഞാൻ ഇതിലെ പ്രൊഡക്റ്റ് കവചപ്രാശം ആശ്വാസം ഞാൻ കഴിച്ചു. ഇന്ന് എനിക്ക് ശ്വാസം മുട്ട് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എന്നെ അലട്ടുന്നില്ല. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പഠിച്ച് മനസ്സിലാക്കിയത് നല്ലതാണെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തിക്കണം, അല്ലെ? അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കുറെ നന്മകൾ അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ പറഞ്ഞു, പ്രായമായ ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരമായിട്ടുണ്ട്. അത് പ്രായമുള്ളതും ഇല്ലാത്തതൊക്കെ ഒരു ഭാഗം മാത്രമാണ്. ഒരുപാട് പേർക്ക് ഒരേപോലെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുത്ത് ആ ഒരു സമ്പാദ്യം അല്ലെ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്റെ മൂത്തുമ്മക്ക് ഈ ഒരു ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, നിക്കാത്ത ബ്ലീഡിങ്. അപ്പോ അവർ ഒരുപാട് ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഗർഭപാത്രം എടുത്തു കളയുക എന്നൊരു ഓപ്ഷൻ ആയിരുന്നു. ഓപ്പറേറ്റ് ചെയ്ത് കളയുക, വേറെ സർജറി അല്ലാതെ വേറൊരു ഓപ്ഷനും ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 4-5 ഡോക്ടേഴ്സിനെ അവർ കൺസൾട്ട് ചെയ്തിരുന്നു. എന്നിട്ടും ആൾക്ക് പേടിയാണ്, സർജറി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പേടിയാണ്, അതുപോലെ തന്നെ ആൾക്കും പേടിയായിരുന്നു. അപ്പൊ ആളാകെ ടെൻഷനായി, ഞാൻ സർജറി ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, അപ്പൊ ഞങ്ങളൊക്കെ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ടൈമാണ്. അപ്പൊ ഉമ്മ മുത്തുമാനോട് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്കൂ, ഒരു 3 മാസം നീ കഴിച്ചു നോക്കൂ. അപ്പൊ നമ്മളുടെ ആ ഒരു വാക്കിനെ മാനിച്ച്, അതുപോലെ തന്നെ ആൾക്ക് സർജറി പേടി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് 3 മാസം കഴിക്കാൻ ആള് തയ്യാറായി. 3 മാസം കഴിച്ചു. അൽഹംദുലില്ലാ, ആ ഒരു 3 മാസം കൊണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് അത് അങ്ങോട്ട് പൂർണ്ണമായും മാറി എന്നതാണ് ഇതില് ഏറ്റവും ആദ്യം എന്നെ ഇതിലേക്ക് പിടിച്ച് പറ്റിയ ഒരു എന്താ പറയാ റിസൾട്ട് എന്ന് പറയുന്നത്. ഡോക്ടറെ പോയിട്ട് പിന്നെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറിയുടെ ആവശ്യമല്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നില്ല എന്നാണ്. കുറച്ചു കാലം കൂടി അവർ ആ ഒരു മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്തത് വളരെ വലിയൊരു റിസൾട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന 2 പ്രൊഡക്റ്റുകൾ എന്ന് വെച്ചാല് വെൽഹാർട്ടും സ്പൈറലിനെ കുറിച്ചിട്ടാണ്. എനിക്ക് സമയപരിധി ഉണ്ടായിരിക്കും, അപ്പൊ ഞാൻ വേഗം പറഞ്ഞു പോകുന്നതായിരിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പേര് ഷാന, ചവക്കാടാണ് എന്റെ വീട്. ഞാൻ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ട് 2 കൊല്ലത്തിൽ അധികമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാല്, എന്റെ ഉപ്പയാണ് ആദ്യമായിട്ട് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു കമ്പനി പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ അലിക്കുനു സർ ആണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് എന്റെ ഉപ്പാക്ക് ഈ ഒരു ബിസിനസ് കിട്ടുകയും അദ്ദേഹം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിന്റെ അനന്ത സാധ്യതകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ചേർന്നു. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് എന്ന് മനസ്സിലായപ്പോൾ എന്നെയും എൻ്റെ ഉമ്മാനെയും അതുപോലെ തന്നെ എൻ്റെ സഹോദരനെയും നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരെയും അദ്ദേഹം ആദ്യം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നന്മയോ അല്ലെങ്കിൽ നല്ലൊരു കാര്യം വരുമ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ കുടുംബത്തിനെയാണല്ലോ കൂട്ടിപ്പിടിക്കുക. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഒരു കമ്പനിയിൽ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഞാൻ ആദ്യത്തിലൊന്നും ഞാൻ ഈ ഒരു കമ്പനിയെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഞാൻ തീരെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കമ്പനികളിലെ മാർക്കറ്റിംഗ് കമ്പനികൾ, അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും മണി ചെയിനും ഒക്കെ നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ പല കമ്പനികളും വന്നിട്ടുണ്ട്. ജയിക്കാതെ പൊളിഞ്ഞു പോയിട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു കമ്പനിയെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് എന്നും കണ്ടിരുന്നത്.
അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല റിസൾട്ടുകൾ എനിക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ എന്താണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റേതായ രീതിയിൽ ഞാനും, നമ്മൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിളും അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാനും ഈ ഒരു കമ്പനീനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റുകൾ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഈ ഒരു കമ്പനി നല്ലതാണെന്നും അതുപോലെ തന്നെ ഇതിൽ ബാക്കിൽ വന്നിട്ടുള്ള അല്ലെ ഈ ഒരു കമ്പനി MI ലൈഫ് സ്റ്റൈൽ എന്നൊരു കമ്പനിക്ക് ഒരുപാട് ഹിസ്റ്ററികൾ ഉണ്ട് എന്നുള്ളതൊക്കെ എന്നെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുന്നു അല്ലെ. നമ്മളുടെ ഈ ഒരു കമ്പനിയുടെ MD ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ബിസിനസ് ചെയ്ത് വിജയിച്ച വ്യക്തികളാണ് വേറൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു കമ്പനിയിൽ ചേരാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് കൂടുതൽ ഞാൻ ഈ ഒരു കമ്പനിയിലേക്ക് അടുത്തത്. ഓരോ പ്രൊഡക്റ്റുകളും അല്ലെ ആയുർവേദിക് ആണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു വലിയ കാര്യം. പിന്നെന്ന് പറഞ്ഞാല് ഇതിന്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈൻസിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അംഗീകാരങ്ങളും കിട്ടിയിട്ടുള്ള കമ്പനിയാണെന്നും പ്രൊഡക്റ്റുകളാണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിച്ചപ്പോഴും എനിക്ക് വളരെ എന്താ പറയാ, നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇത് ഈ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുകളും ഓരോ വ്യക്തികൾക്കും ഒരേ പല രീതിയിൽ ഗുണങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. സത്യം പറഞ്ഞാല് നമ്മളൊരു വരുമാനം എന്നതിലുപരി നമ്മളൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഓരോ മനുഷ്യരിലേക്കും നമ്മൾ നല്ലൊരു കമ്പനിയെയും നല്ലൊരു പ്രൊഡക്റ്റിനെയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങി. ഞാൻ ചെറിയ രീതിയിലൊക്കെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ഹോം മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പ്രായമുള്ള ഉമ്മമാരും ഉപ്പാരൊക്കെ വന്നിട്ട് നമ്മളോട് അവരുടെ വിഷമങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് പറയണ കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. വേദനകൾ സഹിച്ചിട്ടാണെങ്കിലും അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ട് അവർക്ക് ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ എനിക്കിനി വയ്യ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ട് നമ്മളോട് വന്നിട്ട് പറയണം, മോളെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് പറ്റി എന്താണ് ഈ കമ്പനിയിൽ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ഒരു ചോദ്യം എന്നെ വളരെ എന്താ പറയാ ഈ കമ്പനിയിലേക്ക് പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരുപാട് അങ്ങനെയുള്ള ആളുകളുടെ വിഷമം കണ്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ആവണം. നമുക്ക് അതിനൊരു എന്താ പറയാ അവർക്ക് അതിനൊരു സൊല്യൂഷൻ ആവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അതും ഈ പറഞ്ഞ പോലെ ഈ ഒരു കമ്പനിയോട് എനിക്ക് കൂടുതൽ ഇഷ്ടം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റുകളെ ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ഈ ഓരോ മോർണിംഗ് മീറ്റിലും നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഓരോ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അല്ലെ ഡയറക്ട് സെല്ലിംഗ് ടോപ്പ് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നാണ് നമ്മുടെ കമ്പനി അറിയപ്പെടുന്നത്. അത് വെറുതെ അറിയപ്പെടുന്നതല്ല, അത്രയും കമ്പനികളുമായി പിടിച്ചു വാങ്ങിയിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ്. അതിന് ആ പ്രൊഡക്റ്റുകൾക്കും അതുപോലെ കമ്പനിക്കും നമ്മുടെ ലീഡേഴ്സിനും നമ്മുടെ ടീം വർക്ക് ഇതെല്ലാം ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ ഓരോ ഘടകങ്ങളും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഞാന് പറഞ്ഞ പോലെ വളരെ ഫസ്റ്റില് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബ്രോൺസ് സിൽവർ ആവുന്ന സമയത്ത് തന്നെ ഞാൻ GTS ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാല് പഠിച്ച് മനസ്സിലാക്കിയത് നല്ലതാണെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തിക്കണം അല്ലെ. അതാണ്
ഏറ്റവും വലിയ കാര്യം. നമ്മൾ കുറെ നന്മകൾ അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ പറഞ്ഞു പ്രായമായ ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരമായിട്ടുണ്ട്. അത് പ്രായമുള്ളതും ഇല്ലാത്തതൊക്കെ ഒരു ഭാഗം മാത്രമാണ്. ഒരുപാട് പേർക്ക് ഒരേപോലെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുത്ത് ആ ഒരു സമ്പാദ്യം അല്ലെ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടും ഒന്നുമില്ല. ഞാൻ എന്താണോ മനസ്സിലാക്കിയത്, ഞാൻ എന്താണോ അറിഞ്ഞത്, അതാണ് എനിക്ക് ഈ കമ്പനി. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത്, ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ മൂത്തുമ്മക്ക് ഈ ഒരു ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, നിക്കാത്ത ബ്ലീഡിങ്. അപ്പോ അവർ ഒരുപാട് ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഗർഭപാത്രം എടുത്തു കളയുക എന്നൊരു ഓപ്ഷൻ ആയിരുന്നു. ഓപ്പറേറ്റ് ചെയ്ത് കളയുക, വേറെ സർജറി അല്ലാതെ വേറൊരു ഓപ്ഷനും ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 4-5 ഡോക്ടേഴ്സിനെ അവർ കൺസൾട്ട് ചെയ്തിരുന്നു. എന്നിട്ടും ആൾക്ക് പേടിയാണ്, സർജറി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പേടിയാണ്, അതുപോലെ തന്നെ ആൾക്കും പേടിയായിരുന്നു. അപ്പൊ ആളാകെ ടെൻഷനായി, ഞാൻ സർജറി ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, അപ്പൊ ഞങ്ങളൊക്കെ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ടൈമാണ്. അപ്പൊ ഉമ്മ മുത്തുമാനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്കൂ, ഒരു 3 മാസം നീ കഴിച്ചു നോക്കൂ. അപ്പൊ നമ്മളുടെ ആ ഒരു വാക്കിനെ മാനിച്ച്, അതുപോലെ തന്നെ ആൾക്ക് സർജറി പേടി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് 3 മാസം കഴിക്കാൻ ആള് തയ്യാറായി. 3 മാസം കഴിച്ചു. അൽഹംദുലില്ലാ ആ ഒരു 3 മാസം കൊണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് അത് അങ്ങോട്ട് പൂർണ്ണമായും മാറി എന്നതാണ് ഇതില് ഏറ്റവും ആദ്യം എന്നെ ഇതിലേക്ക് പിടിച്ച് പറ്റിയ ഒരു എന്താ പറയാ റിസൾട്ട് എന്ന് പറയുന്നത്. ഡോക്ടറെ പോയിട്ട് പിന്നെ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞത് സർജറിയുടെ ആവശ്യമല്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നില്ല എന്നാണ്. കുറച്ചു കാലം കൂടി അവർ ആ ഒരു മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്തത് വളരെ വലിയൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി കിട്ടിയ ഒരു റിസൾട്ട് എന്ന് വെച്ചാല്, എനിക്ക് കുറെ കാലങ്ങളായിട്ട് ശ്വാസമുട്ടിന്റെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല, അത്ര അധികം ശ്വാസമുട്ടിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ വന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ കവചപ്രാശം കുറച്ച് മരുന്ന് കഴിക്കാൻ വളരെ മടിയുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും ഞാൻ ഈ ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റിന്റെ ഗുണം കാരണം ഞാൻ ഇതിലെ പ്രൊഡക്റ്റ് കവചപ്രാശം ആശ്വാസം ഞാൻ കഴിച്ചു. ഇന്ന് എനിക്ക് ശ്വാസം മുട്ട് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എന്നെ അലട്ടുന്നില്ല. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഒരുപാട് റിസൾട്ടുകൾ, ഇപ്പൊ ഈ ഹെർബൽ പേസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ പറയാനുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വന്നത് റിസൾട്ടുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റ് ട്രെയിനിങ്, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്, പ്രൊഡക്റ്റ് ട്രെയിനിങ്. അപ്പൊ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന 2 പ്രൊഡക്റ്റുകൾ എന്ന് വെച്ചാൽ വെൽഹാർട്ടും സ്പൈറലിനെ കുറിച്ചിട്ടാണ്. എനിക്ക് സമയപരിധി ഉണ്ടായിരിക്കും, അപ്പൊ ഞാൻ വേഗം പറഞ്ഞു പോകുന്നതായിരിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കട്ടെ ഇൻഷാല്ലാ. അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വെൽഹാർട്ടിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഈ ഒരു 2 പ്രൊഡക്റ്റും ഞാൻ ഒരുമിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും അല്ലെ, അതിൽ നമുക്ക് ചില ശ്രദ്ധയില്ലായ്മ കാരണം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഈ 2 പ്രൊഡക്റ്റുകളെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായി തന്നെ വെൽഹാർട്ട്, നമ്മളുടെ അഞ്ജിത മാഡം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ അതിന്റെ പേര് തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഘടകം അല്ലെ. വെൽഹാർട്ട്, വെൽ എന്ന് വെച്ചാല് ആരോഗ്യം, വെൽബീയിങ് അല്ലെ, ഹെൽത്തി എന്നൊക്കെ, വെൽനെസ് എന്നൊക്കെ നമുക്ക് വെല്ലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഈ ഹാർട്ട് എന്നുള്ളത് HEART അല്ല, നമ്മളുടെ ഹൃദയം എന്നുള്ള ഒരു വാക്കല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്നലെ കൂടെ എൻ്റെ ഒരു ഉമ്മാടെ മാമാടെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങളുടെ വെൽഹാർട്ടിലത്തെ ഹാർട്ടിൽ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വളരെ വിശദീകരിച്ചു കൊടുത്തു അല്ലെ. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആൺമാൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ആൺമാൻ എന്നുള്ള ഒരു ഹാർട്ടിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്.
ആൺമാനെ പോലെ നല്ല ആരോഗ്യത്തിലും നല്ല ഫാസ്റ്റ് ആയിട്ട് എന്താ പറയാ വേഗതയിൽ നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വെൽ ഹാർട്ട് എന്നുള്ള ഒരു പേര് നമ്മളുടെ പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച അന്ന് മുതൽ അല്ലെ എത്ര കാലം നമ്മൾ ഉണ്ടോ അത്രയും കാലം നമ്മുടെ ഹൃദയം നിൽക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. 24 മണിക്കൂറും ഓരോ സെക്കൻഡ് പോലും ഇടവിടാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം അല്ലെ. നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഫാൻ ഉണ്ട് അല്ലെ. ഫാൻ ഉണ്ട് എല്ലാവരുടെയും വീട്ടില്. അപ്പൊ ഈ ഒരു ഫാന് നമ്മൾ ആ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓൺ ആക്കി വെക്കുന്ന ഒരു സാധനമാണ് ഫാൻ അല്ലെ. ഈ ഫാന് നമ്മൾ കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്പീഡ് കുറയും അല്ലെ. സ്പീഡ് കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഫാന് കൊണ്ടേ കളയോ? കളയില്ല അല്ലെ. നമ്മൾ എന്താ ചെയ്യാ? അതിന്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യും അല്ലെ. അങ്ങനല്ലേ ചെയ്യാ നമ്മള്? അപ്പൊ എന്താ സ്പീഡ് കൂടും അല്ലെ. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയില് ഒരുപാട് ലീഡേഴ്സ് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള കാറുകൾ എടുത്താണ് അല്ലെ. അവരെല്ലാവരും അവരുടെ കാർ കൊണ്ട് നടക്കുന്ന രീതി എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഏറ്റവും നല്ല സർവീസസ് കൊടുത്തിട്ട് അല്ലെ, ഏറ്റവും നല്ല സർവീസസും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും മെയിൻ്റെനൻസും എല്ലാം ചെയ്ത് അവർ ആ ഒരു വണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അത്രയും വിലപിടിപ്പുള്ള കാറാണ്, അത് ഏറ്റവും നല്ല രീതിയിൽ ഓടണം അല്ലെ, കേട് വരാൻ പാടില്ല, അതെന്നും പുതിയതുപോലെ തന്നെ ഓടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സർവീസ് നമ്മൾ കൊടുക്കും അല്ലെ. ഈ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ ഹൃദയത്തിന് നമ്മൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്? നല്ല സർവീസുകളാണ് കൊടുക്കുന്നത്. നല്ല കൊഴുപ്പുള്ള ഭക്ഷണം അല്ലെ. നല്ല കൊഴുപ്പുള്ള ഭക്ഷണം ഞാൻ ഇടക്കിടക്ക് കഴിക്കും. അപ്പൊ നല്ല മെയിൻ്റെനൻസ് ആണ് ഹാർട്ടിന്. അങ്ങനെയാണോ? അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഹൃദയത്തിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. അത് നല്ല ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പമ്പിങ് ഓർഗൺ ആണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെ രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ ആണ് നമ്മുടെ ഹൃദയം. ഈ ഒരു ഹൃദയം കുറച്ചു നേരത്തേക്ക് നമ്മൾ പറഞ്ഞു 24 മണിക്കൂറും മിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ. അത് കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക്, പാരലൈസിസ്, അതുപോലെ ഫേഷ്യൽ പാൽസി പോലെയുള്ള അസുഖങ്ങളിൽ തളർന്നു പോവുക, കിടപ്പിലാവുക, ഒരു സൈഡ് തളരും, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഈ അവസ്ഥകളിലേക്കൊക്കെ എത്തുന്നത് ഒരു ചെറിയൊരു ഒരു എന്താ പറയാ അതിന്റെ സ്പീഡിൽ ചെറിയൊരു ഏറ്റക്കുറവ് വരുന്നതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം അല്ലെ ഒരു ഓർഗൻ അല്ലെ ഒരു അവയവമാണ് നമ്മളുടെ ഹൃദയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. എപ്പോഴും നമ്മൾ പറയും എന്താണ്, നമ്മുടെ ഹൃദയം നമ്മളുടെ കൂടെ ഉണ്ട് അല്ലെ. അത് ഉള്ളിടത്തോളം കാലം നമ്മൾ ജീവനോടെ തന്നെ ഉണ്ടായിരിക്കും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താ പറയാ ആ ഒരു ലാസ്റ്റ് ഡേ എന്നാണോ ഹാർട്ട് ലാസ്റ്റ് ഇരിക്കുന്നതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേ അല്ലെ. അപ്പൊ എല്ലാവരും ആ ഒരു ഹൃദയത്തിന് നല്ല ആരോഗ്യത്തോട് കൂടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമ്മൾക്കൊരു നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഹൃദയം ഉണ്ടാവാൻ നമുക്ക് എന്താണ് 5 ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള മസിലുകൾ വേണം നമുക്ക്. ആരോഗ്യമുള്ള മസിലുകൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള രക്തോട്ടം ഉണ്ടായിരിക്കണം. നല്ല രക്തോട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മസിലുകൾ എന്തായിരിക്കും? വീക്കനാവും, ക്ഷീണിച്ചു പോവും, തളർന്നു പോവും. ഓക്കെ. അപ്പൊ നല്ല ആരോഗ്യമുള്ള മസിലുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് ക്ലോഗിങ് ഇല്ലാത്ത എന്ന് വെച്ചാല് രക്തക്കുഴലുകളിൽ എവിടെയും അടിഞ്ഞുകൂടലുകൾ, കൊഴുപ്പാവട്ടെ കച്ചറകളാവട്ടെ എന്തുമാവട്ടെ അടിഞ്ഞുകൂടലുകളില്ലാത്ത രക്തക്കുഴലുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ള രക്തക്കുഴലുകൾ എന്നതിനേക്കാൾ എലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ കുറച്ചുകൂടിയും വികസിക്കാനുള്ള കഴിവുള്ള ബ്ലഡ് വെസൽസ് നമുക്ക് രക്തക്കുഴലുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ നല്ല രീതിയിലുള്ള രക്തയോട്ടം, ബ്ലഡ് സർക്കുലേഷൻ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. ആദ്യം പറഞ്ഞത് ആരോഗ്യമുള്ള മസിലുകൾ, അതുപോലെ തന്നെ
അടിഞ്ഞുകൂടലുകൾ ഇല്ലാത്ത ബ്ലഡ് വെസൽ, രക്തക്കുഴലുകൾ, അതുപോലെ തന്നെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ വികസിക്കാൻ കഴിവുള്ള രക്തക്കുഴലുകൾ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള രക്തസഞ്ചാരം, സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ നീർക്കെട്ടില്ലാത്തൊരു അവസ്ഥ. ഈ 5 കാര്യങ്ങളും നമ്മൾ ഹൃദയത്തിന് ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഹൃദയം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല്, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലിപ്പിഡ് പ്രൊഫൈൽ ക്ലിയർ ആയിരിക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് വെച്ചാൽ നമ്മളുടെ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡ് എപ്പോഴും കുറഞ്ഞിരിക്കുകയും അതുപോലെ നല്ല കൊളസ്ട്രോൾ എപ്പോഴും കൂടിയിരിക്കുകയും വേണം. ഇതിന്റെ അളവുകളിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാവാനൊക്കെ ഉള്ള കാരണങ്ങൾ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സുകൾ നമ്മുടെ രക്തത്തിൽ അടിഞ്ഞു കൂടുന്നതും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ 5 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ രക്തക്കുഴലുകൾ കുറച്ചുകൂടിയും വലുതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ രക്തക്കുഴലുകൾ അവരെക്കാൾ ചുരുങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ ഭക്ഷണ രീതിയെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെ. നമ്മളുടെ ഭക്ഷണ രീതിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഭക്ഷണ രീതിയെ കുറിച്ചിട്ട്. പക്ഷെ നമ്മൾ അതൊന്നും കാര്യമായിട്ട് നമ്മളുടെ ഒരു ജീവിത ശൈലി അങ്ങനെ ആയതുകൊണ്ടാണ്. പൊതുവെ നമ്മളുടെ കേരള എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇന്ത്യൻസിന്റെ തന്നെ മൊത്തം ഒരു ലൈഫ് സ്റ്റൈലിന് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് പ്രോപ്പർ ഡയറ്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഒരുപാട് പേർക്ക് ബോധവൽക്കരണവും അതുപോലെ തന്നെ അറിവുകളും ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇപ്പോഴും അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നല്ല ആരോഗ്യം എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ആ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ 3 രക്തക്കുഴലുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ഈ 3 രക്തക്കുഴലുകൾ എന്ന് വെച്ചാൽ, ഒന്ന് ആർട്ടറീസ്, പിന്നൊന്ന് വെയിന്, പിന്നൊന്ന് കാപ്പിലറീസ്. ഓക്കെ, ആർട്ടറീസ്, വെയിന്, കാപ്പിലറീസ്. ഈ ആർട്ടറീസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രക്തം ഹൃദയത്തിൽ നിന്ന് നമ്മളുടെ ഓരോ അവയവങ്ങളിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ വെയിനാവട്ടെ പല അവയവങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്കാണ് രക്തം കൊണ്ടുവരുന്നത്, ക്യാരി ചെയ്യുന്നത്. അതുപോലെ കാപ്പിലറീസ് ചെയ്യുന്നത് ഈ വെയിനുകളുടെയും അതുപോലെ തന്നെ ആർട്ടറീസും തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഈ 3 രക്തക്കുഴലുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ ഇതിൽ മുന്നേ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ അല്ലെ, നീർക്കെട്ടില്ലാത്തൊരവസ്ഥ വരണമെന്നുണ്ട്. നമ്മുടെ ഹൃദയം അല്ലെ നമ്മുടെ ശരീരം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു കവറിങ് ഉണ്ട്, നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു എന്താ പറയാ പല ലെയറുകളുടെ ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ഹൃദയം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് പെട്ടെന്ന് തന്നെ ആഘാതം സംഭവിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ, നല്ലൊരു കവചം പോലെയുള്ള 3 കവചങ്ങൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കവറിങ്ങിന് പറയുന്ന പേരുകളാണ് പെരികാർഡിയം, മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. ഈ പെരികാർഡിയം എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് കവറിങ്ങാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മയോകാർഡിയം എന്ന് വെച്ചാൽ നടുവിലുള്ള കവറിങ്ങിനെയാണ് മയോകാർഡിയം എന്നും, ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ കവറിങ്ങിനെ നമ്മൾ എൻഡോകാർഡിയം എന്നും പറയും. ഈ 3 കവറിങ്ങിലും നീർക്കെട്ട് വരുന്നത് നമ്മുടെ ഹൃദയത്തിനെ മോശമായിട്ട് ബാധിക്കും. ഈ നീർക്കെട്ടിനെ നമ്മൾ പെരികാർഡിയത്തിൽ നീർക്കെട്ട് വരുമ്പോൾ അതിനെ പെരികാർഡൈറ്റിസ് എന്നും, മയോകാർഡിയത്തിൽ നീർക്കെട്ട് വരുന്നതിനെ മയോകാർഡൈറ്റിസ് എന്നും, അതുപോലെ തന്നെ എൻഡോകാർഡിയത്തിൽ നീർക്കെട്ട് വരുന്നത് എൻഡോകാർഡൈറ്റിസ് എന്നും ആണ് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഈ ഒരു നീർക്കെട്ട് വരാതെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ല. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കറിയണം. ആദ്യമായി തന്നെ നീർമരുന്ന്. നമ്മൾ
എപ്പോഴും നമ്മളുടെ അഞ്ജിത മാഡത്തിന്റെ ക്ലാസ്സിൽ കേൾക്കുന്നതാണ്. നീർമരുത് എന്താണ്? ഹൃദ്യമാണ് അല്ലെ. നമ്മൾ ഹൃദയത്തിന് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്, നേരിട്ട് ഹൃദയത്തിനെ മെച്ചപ്പെടുത്താൻ, അതിന്റെ എന്തെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനായിട്ടാണ് നീർമരുത് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഉലുവ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവ തിളപ്പിച്ച് കുടിക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സിനെ നോർമലൈസ് ചെയ്യാനും ബാഡ് കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാനും കുറച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ഒക്കെ കൂടിയാൽ എന്താണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്? എത്തിയോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും അതാണ് പിന്നീട് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളും എപ്പോഴും കുറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പുഷ്കർമോൾ നമ്മൾ പറഞ്ഞു അല്ലെ, നല്ല ആരോഗ്യമുള്ള രക്തക്കുഴലുകൾ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? നല്ല ഇലാസ്റ്റിസിറ്റി, നല്ല വികസിക്കാനുള്ള കഴിവുള്ള രക്തക്കുഴലുകൾ വേണമെന്ന് പറഞ്ഞു. ഈ പുഷ്കർമോൾ നമ്മളുടെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി അല്ലെ ഈ വികസനത്തിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തും, ഇലാസ്റ്റിക് ആക്കുന്നുണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിനെ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൊഴുപ്പുകൾ അടിഞ്ഞിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഒന്ന് ഇലാസ്റ്റിക് ആയിട്ട് ഒന്ന് വികസിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിന് നല്ല രീതിയിൽ പോവാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഇല്ലാതിരുന്നാൽ അവിടെ ബ്ലോക്കേജ് വരികയും രക്തയോട്ടം അവിടെ കുറയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് വെച്ചാല് ശതാവരി കിഴങ്ങും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസ്, റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ഒരുപാടായിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക 95 ആണ് അല്ലെ. 95ന്റെ ക്ലാസ് കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണ് ഈ ഒരു ആന്റി ഓക്സിഡൻസ് എന്നും ഫ്രീ റാഡിക്കൽസ് എന്നും. ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ എപ്പോഴും ആന്റി ഓക്സിഡൻസുമായി കമ്പൈൻ ചെയ്ത് ഈക്വൽ ആക്കി നിർത്തണം. ഈ ഒരു ബാലൻസിങ് ആണ് ആരോഗ്യമുള്ള ഒരു ശരീരം. ഫ്രീ റാഡിക്കൽസ് ഒരുപാടായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു ഇംബാലൻസ് ആണ് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ശതാവരി കിഴങ്ങിലെ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽ മൂലം ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നമുക്ക് വരുന്നതിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചിറ്റാമൃത്. ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിന് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ അല്ലെ വൈറൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മളുടെ ഹൃദയത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ വെൽഹാർട്ടിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ. ട്രൈഗ്ലിസറൈഡ്സ് കുറച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടിക്കൊണ്ടുവരാനും അതുപോലെ നമ്മളുടെ ശരീരത്തിലെ ഇലാസ്റ്റിസിറ്റി അല്ലെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ രക്തയോട്ടം ഒന്നുകൂടി ക്ലിയർ ആവാനും നമ്മുടെ രക്തത്തിന്റെ ഹാർഡനിങ് കട്ട പിടിക്കുന്ന രീതിയിലുള്ള അവസ്ഥയെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഒഴിവാക്കാനും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നു, മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ രക്തക്കുഴലുകൾ ചുരുങ്ങിയതായതുകൊണ്ട് തന്നെ നമുക്ക് സാഹചര്യം ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും കൂടി വേണം. ഇനി അടുത്തത് എനിക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് വേഗം പറഞ്ഞു പോവാണ്. സ്പൈറുലിന ഗോൾഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. സ്പൈറുലിന ഗോൾഡ് ഒരു സൂപ്പർ ഫുഡ് ആണെന്ന്. അപ്പൊ നമ്മളുടെ മെഡിസിൻ, ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് സേയിങ് ആണ്, ലെറ്റ് ഫുഡ് ബി ദി മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി ദി ഫുഡ്. നമ്മൾ നമ്മുടെ ഭക്ഷണം നമ്മൾ മരുന്ന് പോലെ ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം തന്നെയായിരിക്കും നമ്മളുടെ മരുന്ന്. വെച്ചാല് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ ഒരു പുറത്തുനിന്ന് നമ്മളൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ്, അതുപോലെ തന്നെ എല്ലാ ഘടകങ്ങളും നമ്മൾ ആവശ്യമായ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന് അനാവശ്യമായിട്ടുള്ള അസുഖങ്ങൾ വരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പൊതുവെ കഴിക്കുന്ന ഒരു പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ദോശയും ഉരുളൻകിഴങ്ങ് കറിയും, അതുപോലെ തന്നെ ദോശയും ചട്നിയും, പൂരി മസാല കഴിക്കും നമ്മൾ, അതുപോലെ പുട്ടും പഴം. ഇതിലൊക്കെയുള്ള വൈറ്റമിൻസ്, അതുപോലെ തന്നെ പ്രോട്ടീന്റെ, മിനറലിന്റെ ഒക്കെ അളവുകൾ നമുക്കറിയാം അല്ലെ. അത് ശരിയായ ഒരു രീതിയിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഉച്ചക്കലത്തെ കാര്യം പറയാം. ഉച്ചക്ക് നമ്മൾ എത്ര ചോറായിരിക്കും? ഒരു പ്ലേറ്റിന്റെ 1/4 എന്തായിരിക്കും? ചോറായിരിക്കും അല്ലെ. കറക്റ്റ് അല്ലേ ഞാൻ പറയണത്? അതുപോലെ ഒരു സൈഡിൽ കുറച്ച് മുളക് കറി ഉണ്ടായിരിക്കും. മുളക് കറി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും എരിവുള്ള മുളകായിരിക്കും ഇട്ടിട്ടുണ്ടാവുക അല്ലെ. എത്ര എണ്ണയാണ് നമ്മൾ അതിൽ ഒഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൽ നമുക്കൊരു കണക്കുണ്ടാവില്ല. അത്ര അധികം എണ്ണ ഉണ്ടായിരിക്കും ഈ പറയുന്നത്. അതുപോലെ തന്നെ ഉപ്പേരിയിൽ ഈ പറഞ്ഞ പോലെ നല്ല മെഴുക്കുണ്ടായിരിക്കും, പപ്പടം പൊരിച്ചതുണ്ടായിരിക്കും, മീൻ പൊരിച്ചതുണ്ടായിരിക്കും അല്ലെ. ഇനി എന്താ? അച്ചാറ് ഉപ്പിലിട്ടത്, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാനേ പറ്റാത്ത സാധനങ്ങളാണ്. ഇതിലൊക്കെ നല്ല രീതിയിലുള്ള മുളക് പൊടി, അത്യാവശ്യം ഉപ്പ്, നല്ല പുളി, അതിനേക്കാൾ കൂടുതൽ എണ്ണ, ഇതെല്ലാം ഉണ്ടായിരിക്കും അല്ലെ. കറക്റ്റ് അല്ലേ? ഇനി ആഴ്ചയിൽ 2-3 ദിവസം ബീഫ്, ചിക്കന്, മട്ടന്, പിന്നെന്താ ചെമ്മീന്, ഈ പറഞ്ഞ എല്ലാ സാധനം ഒരെണ്ണം ഒഴിവാക്കാൻ ഒരാൾക്കും പറ്റൂല. അയ്യോ മീനില്ലാണ്ട് എങ്ങനെ ഇറങ്ങാ, ഇറച്ചില്ലാണ്ട് എങ്ങനെ ഇറങ്ങാ? അങ്ങനല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുക, അങ്ങനെ തന്നെയല്ലേ. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു കണക്കുണ്ട് അല്ലെ. നമ്മൾ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കിയ പിന്നെ 2 ദിവസത്തിന് ബിരിയാണി തന്നെ അല്ലെ. ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി പിറ്റേ ദിവസം, അതിന്റെ പിറ്റേ ദിവസം അല്ലെ, അന്നത്തെ രാത്രി. വീട്ടിലൊക്കെ ഒരു കല്യാണം ഉണ്ടായ പിന്നെ എങ്ങനെ ഒരാഴ്ച ഫുള്ള് ബിരിയാണി, നെയ്ച്ചോറ്, അല്ലെ. കറക്റ്റ് അല്ലേ പറയണത്? അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ വെൽഹാർട്ടിനെ കുറിച്ച് ഞാൻ പറയുമ്പോ പറഞ്ഞു അല്ലെ, നമ്മളുടെ ഭക്ഷണ രീതികൾ നമ്മളെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ നമ്മൾക്ക് അറിയാത്തൊരു കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തക്കുഴലുകൾക്ക് വണ്ണം കുറവാണ് എന്നുള്ള കാര്യം. അത് നമ്മള് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കണം. ഈ വണ്ണം കൂടുതലുള്ള വ്യക്തികൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ പ്ലേറ്റ് കണ്ടിട്ടുണ്ടോ? ഒരു പീസ് ഓഫ് ബ്രെഡ് ഉണ്ടായിരിക്കും, അതിന്റെ ഒരു 1/4 വെജിറ്റബിൾസ് ആയിരിക്കും, ബാക്കി 1/4 എന്തായിരിക്കും? ഫ്രൂട്ട്സ് ആയിരിക്കും. കുറച്ച് ഇലവർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ പ്ലേറ്റ്. അതുപോലെ ഒരു പീസ് ചിക്കനോ അല്ലെങ്കിൽ നല്ലൊരു ഫിഷോ അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും പയറുവർഗ്ഗങ്ങളോ ഒക്കെ ആയിരിക്കും അവരുടെ പ്ലേറ്റ്. അതാണ് അവരുടെ പ്ലേറ്റിൽ ഉണ്ടാവുന്ന ഫുഡ്. പക്ഷെ നമ്മളുടെ പ്ലേറ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1/4 ചോറ്, നല്ല മുളകിട്ട കറി, നല്ല പപ്പടം കാച്ചിയത്, കോഴിമുട്ട പൊരിച്ചതും വേണം, മീൻ പൊരിച്ചതും വേണം, പപ്പടം പൊരിച്ചതും വേണം, പോരാണ്ട് അച്ചാറ്, ഉപ്പിലിട്ടത്, ചമ്മന്തി, ഇനി നല്ല തേങ്ങ ഒക്കെ നല്ല ഇങ്ങനെ എന്താ പറയാ കട്ടിയില് തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുള്ള കറിയില്ലേ, ഒക്കെ നല്ലതാണ്, അടിപൊളി സാധനങ്ങളാ. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അറിവില്ലാഞ്ഞിട്ടാ, കൂടുതൽ ആളുകൾക്കും അറിവില്ലാഞ്ഞിട്ടാ. ഒരു പ്ലേറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലേറ്റിന്റെ പകുതി ഭാഗം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിരിക്കണം. അത് എന്തുമാവട്ടെ, ഏത് രീതിയിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉപയോഗിക്കാം. പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ചീരൊക്കെ ഉണ്ടല്ലോ, ഇത്രയും നല്ലൊരു സാധനം നമുക്കറിയില്ല. നമ്മളെ വീടിന്റെ മുറ്റത്ത് വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വില ഇല്ലാതെ കാണണം. ചീരയുടെ ഗുണമൊന്നും പറഞ്ഞാൽ അവസാനിക്കില്ല. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിന്റെ 1/4 നമ്മൾ അരഭാഗം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണെന്ന് പറഞ്ഞു, 1/4 ഹോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഗോതമ്പോ, ബാർലിയോ, ഓട്സോ, വെള്ള അരിയിൽ ഈ പറഞ്ഞ പോലെ ഷുഗറിന്റെ അളവ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെളുത്ത അരി, വൈറ്റ് റൈസ് കുറയ്ക്കുന്നതാണ് നല്ലത്. ബട്ട് സ്റ്റിൽ അതൊക്കെ നമുക്ക് ഈ ഒരു ഹോൾ ഗ്രെയിൻസ് എന്നുള്ള ഒരു വിഭാഗത്തിൽ നമുക്ക് ധാന്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ബാക്കി 1/4 നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മീറ്റ് കഴിക്കാം, ഫിഷ് കഴിക്കാം, അല്ലെങ്കിൽ ചെറുപയർ, ഇതൊക്കെ നല്ല സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഇതാണ് നമ്മളുടെ ഒരു പ്ലേറ്റ്. അപ്പൊ ഒരു 1/4 മാത്രമാണ് ഈ പറഞ്ഞ അരിയോ അല്ലെ ചോറ്
എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, കാൽ ഭാഗമാണ് പാടുള്ളൂ, അര ഭാഗവും നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെയാണ് ആവശ്യം. പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ കഴിക്കുന്നുണ്ടോ അതുപോലെ? ഇല്ല. അപ്പോഴാണ് നമ്മളുടെ സ്പൈറലീന എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ അതിന്റെ ഗുണം മനസ്സിലാക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പൈറലീന എന്ന് പറയുന്ന ഒരു ബോട്ടിൽ 60 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ആണ് ഉള്ളത് അല്ലെ. ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് അത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു പായലിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് പായലാണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ, നീല ഹരിത പായലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിത് പറയപ്പോൾ സൂപ്പർ ഫുഡ് ആണെന്ന് പലപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സൂപ്പർ ഫുഡ്? ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സപ്ലിമെന്റ് എന്നറിയപ്പെടുന്നത് സ്പൈറലീനയാണ്, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി, നീലഹരിത പായലാണ്. അതുപോലെ തന്നെ 15ാം സെഞ്ചുറിയിൽ, 15ാം സെഞ്ചുറി എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങൾ പോയിട്ടോ, ആ സമയങ്ങളിൽ ആസ്റ്റാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ കഴിച്ചിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ സ്പൈറലീന എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അത്രയും പണ്ട് കാലത്തെ ഇതിന്റെ ഗുണങ്ങള് മനസ്സിലാക്കിയ വ്യക്തികളുണ്ട്. പിന്നെ അത് ഫേമസ് ആവുന്നത് 1970 നാസ എല്ലാവർക്കും അറിയാലോ അല്ലെ. നമ്മളുടെ നാസ പ്രപ്പോസ് ചെയ്യാണ് ഏറ്റവും നല്ല സപ്ലിമെന്റ് ആയിട്ട് നമ്മളെ ബഹിരാകാശ യാത്രികർക്ക്, ആസ്ട്രോനറ്റ്സിന് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല സോഴ്സ് ഓഫ്, അവിടേക്ക് നമുക്ക് ഒത്തിരി ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്, വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഡയറ്റ് ഫോളോ ചെയ്യണം, ഫുഡ് കൺട്രോളിങ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്നിട്ടും നമ്മൾ കഴിക്കേണ്ട ഒരു വ്യക്തിക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലിമെന്റ്സും എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഏറ്റവും ഈസിയസ്റ്റ് സോഴ്സ് സ്പൈറലീനയാണ് എന്നുള്ളത് നാസ പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് നാസ ഇതിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ചാവക്കാട് ഇരിക്കണ ഷാന മനസ്സിലാക്കിയതൊന്നല്ല നാസ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള പഠനം നടത്തി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് അത്രയും വലിയ എന്താ പറയാ ഒരു സംഘടന അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഗുണം മനസ്സിലാക്കാതെ പോകുന്നത്. ഇത് നമുക്ക് നല്ല ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിലും നല്ല ശുദ്ധജലത്തിലും ഇത് വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഇനിയും പറയാം. അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു 7 ഗ്രാം സ്പൈറലീന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ഗ്രാം പ്രോട്ടീനും വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3, കോപ്പർ, അയൺ പോലെയുള്ള എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു മുട്ടയിലുള്ളതിനേക്കാൾ 6 ഇരട്ടി നമുക്ക് പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിൽ ഫ്രൂട്ട്സിലുള്ളതിനേക്കാൾ 10 മടങ്ങ് പൊട്ടാസ്യവും അതുപോലെ പച്ചിലക്കറികളിലുള്ള ചീരകളിലൊക്കെ ഉള്ളതിനേക്കാൾ 50 ഇരട്ടി അയേണും അതുപോലെ പാലിലുള്ളതിനേക്കാൾ 7 ഇരട്ടി കാൽഷ്യവും 10 എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, എനർജി കിട്ടണ്ടേ നമുക്ക്, എനർജി കിട്ടാൻ കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലോ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ ഗ്രൂപ്പുകളിലൊക്കെ കുറെ പ്രാവശ്യം വന്നു പോയിട്ടുള്ളതാണ് അല്ലെ. അതിൽ കുറെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട് ഇതൊക്കെ സ്പൈറലീനയിൽ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് ഞാൻ ഒന്ന് സ്പീഡായിട്ട് പറയാവേ. 25 ഗ്രാം ക്യാരറ്റ്, അതുപോലെ 30 ഗ്രാം ഫിഷ്, 27.5 ആപ്പിള്, 1/4 കിലോ ഗ്രീൻ പീസ്, അര ബനാന നേന്ത്രപ്പഴം, 150 ഗ്രാം തക്കാളി, അര സ്ട്രോബെറി, 300 ഗ്രാം ചിക്കന്, 2 കിലോ കാബേജ്, അര പീസ് ബ്രെഡ്, 300 ml മിൽക്ക്, ഒരു മുട്ട, 150 ഗ്രാം റൈസ്, 20 ഗ്രാം പൊട്ടാറ്റോ, 10 ഗ്രാം മുന്തിരി, അതുപോലെ ഒരു നാരങ്ങ, അര ക്യാപ്സിക്കം, 3 ഗ്രാം പംകിൻ, മത്ത. ഇതിന്റെ ഗുണങ്ങള് എന്തിലുണ്ട്? 1 ഗ്രാം സ്പൈറലീനയിലുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നല്ല സാധനമാണ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കി തന്നിട്ടുള്ളത്. സ്പൈറലീന മാത്രമാണോ സ്പൈറലീന ഗോൾഡിലുള്ളത്? അല്ല. സ്പൈറലീന ഗോൾഡിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ സയന്റിസ്റ്റ് വിങ് എന്താണ് ചെയ്തിട്ടുള്ളത്? അതില് DHA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിട്രസ് ബയോഫ്ലേവറിനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു DHA ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെ. DHA എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഹോർലിക്സ്, കോംപ്ലാൻ, ബൂസ്റ്റ് ഇതിന്റെ ഒക്കെ പരസ്യത്തിൽ നമ്മൾ കേൾക്കും
DHA, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള DHA ഉണ്ട് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഈ ഒരു DHA എന്താണെന്ന് നമുക്കറിയില്ല. ഡോക്കോസ ഹെക്സാജെനോയിക് ആസിഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ഒമേഗ ഫാറ്റി ആസിഡ്സ് DHA ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളുടെ തലച്ചോറിന്റെ വികസനത്തിന്, നമ്മളുടെ കാഴ്ച വർദ്ധിക്കാൻ, അതുപോലെ നമ്മൾക്ക് തൊലിപ്പുറത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ഈ ഫാറ്റി ആസിഡ്സ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് ഈ സ്പൈറുലിനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പൈറുലിനയ്ക്ക് DHA ഉണ്ടാക്കാനായിട്ടുള്ള കഴിവില്ല, പക്ഷേ DHAനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് സ്പൈറുലിനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ റിസർച്ച് വിങ് അല്ലെങ്കിൽ നമ്മുടെ സയന്റിസ്റ്റ് വിങ് എന്ത് ചെയ്തു? പുറത്തു നിന്ന് DHA കൊണ്ടുവന്നിട്ട് ഇതിൽ ഉൾപ്പെടുത്തി. അപ്പൊ എന്തായി? ഈ DHAയും ഉണ്ടായി, ഈ DHAനെ സപ്പോർട്ട് ചെയ്യുന്ന, കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സ്പൈറുലിനും കൂടി അതിലുണ്ടായപ്പോ അതിന്റെ ഡബിൾ ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ DHA നമുക്ക് നമ്മളുടെ നല്ല തലച്ചോറിന്റെ വളർച്ചയ്ക്ക്, തലച്ചോറ് പല രീതിയിൽ വളർച്ച ഉണ്ടായിരിക്കുമല്ലോ, നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ പറഞ്ഞ ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാനും, ബ്ലഡ് പ്രഷർ കുറച്ച് കൊണ്ടുവരാനും ഒക്കെ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ വല്ല നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തില് സന്ധിവാതം കാരണം നമുക്ക് ഉണ്ടാവുന്ന ജോയിന്റ് പെയിൻസ് അല്ലെ, നമ്മുടെ മുട്ടുകളിലൊക്കെ ഉണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാനായിട്ട് ഈ DHA ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏജിങ് പ്രോസസ്, പ്രായം കാരണം നമുക്ക് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ തൊലി ചുളുങ്ങ, അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിയ, മുടി വൈറ്റ് കളറാവുക, അതുപോലെ തന്നെ നമുക്ക് പ്രായം വരുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന കണ്ണിന് കാഴ്ച കുറയല്, അതുപോലെ ശരീരവേദന, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രായമാവുന്നത് കൊണ്ട് ഉണ്ടാവും അല്ലെ. ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് കുറെ വർഷത്തേക്ക് തള്ളി നീക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു 60 വയസ്സിലോ 65 വയസ്സിലോ വരേണ്ട ആ ഒരു ബുദ്ധിമുട്ടുകളെ ഒരു 70 വയസ്സിലോ അല്ലെങ്കിൽ 75, ഒരു 80 വയസ്സ് വരെ തള്ളി നീക്കാനായിട്ട് നമ്മളുടെ DHAക്ക് പറ്റും. അപ്പൊ ആ ഒരു ഘടകം കൂടി നമ്മളുടെ സ്പൈറുലിനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതൊരു പുളിയുള്ള ഫ്രൂട്ട്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനെയാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ വൈറ്റമിൻ എ, മിനറൽസ്, പൊട്ടാസ്യം, ഫോളേറ്റ്സ്, വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസുമായി കമ്പൈൻ ചെയ്യുന്ന അവിടെ ആന്റി ഓക്സിഡൻസും റിച്ച് ആയിട്ടുള്ളതാണ് നമ്മുടെ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. അതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ റാഡിക്കൽസുമായി കമ്പൈൻ ചെയ്ത് നമ്മുടെ ബോഡീനെ ഹെൽത്തി ആക്കി വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷനെ മെച്ചപ്പെടുത്തും, രക്തയോട്ടത്തിനെ മെച്ചപ്പെടുത്തുകയും, അതുപോലെ നമുക്ക് ശ്വാസസംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് ഒന്നുകൂടി നമ്മൾ ശ്വാസം എടുക്കുന്നതൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ വെയിൻസ്, ആർട്ടറീസ്, കാപ്പിലറീസ് നമ്മൾ പറഞ്ഞില്ലേ, ഈ വെയിൻസിനെയും ആർട്ടറീസിനെയും കണക്ട് ചെയ്യുന്നതാണ് കാപ്പിലറീസ് അല്ലെ. ഈ കാപ്പിലറീസിനെ ഒന്നുകൂടി ആരോഗ്യമുള്ളതാക്കാനും നമ്മളുടെ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്പൈറുലിനയിലേക്ക് തന്നെ പോവാട്ടോ. സ്പൈറുലിനയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞു അല്ലെ. നമ്മൾക്ക് ഇന്ന് ലോകത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും മികച്ച നാച്ചുറൽ പ്രോട്ടീൻ അല്ലെ സപ്ലിമെന്റ് എന്നാണ് നമ്മൾ സ്പൈറുലിനയെ കുറിച്ച് പറയുന്നത്. നീല ഹരിത പായ, ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ 100% ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ 100% നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ വലിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ വേസ്റ്റേജ് ഒന്നുമില്ല അല്ലെ. നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ നല്ല ഘടകങ്ങൾ നമ്മുടെ ശരീരം എടുത്തിട്ട് വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളിക്കളയും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്പൈറുലിന നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 100%, 100% ശരീരം വലിച്ചെടുക്കണം, അതിൽ പുറത്ത് കളയാനായിട്ടൊന്നുമില്ല. അപ്പൊ അത്രയും നല്ല ഘടകങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ HDL ലെവലിനെ കുറച്ചു കൊണ്ടുവരാനും, ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചു കൊണ്ടുവരാനും, നോർമലൈസ് ചെയ്യാനും സ്പൈറുലിന സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ലത് കുട്ടികൾക്കും അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾക്കും വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതില് നമുക്ക് ആവശ്യമായിട്ടുള്ള അമിനോ അമ്ലമായിട്ടുള്ള GLA എന്ന് പറയുന്ന ഘടകം, എന്നുവെച്ചാല് മുലപ്പാലിലുള്ള
അമിനോ അമ്ലം എന്നറിയപ്പെടുന്ന GLA എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രസവിച്ചു വരുന്ന ഒരു കുട്ടിക്ക് 6 മാസത്തേക്ക് മുലപ്പാല് മാത്രം കൊടുക്കാനാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യണത് അല്ലെ. ആ ഒരു ഡോക്ടേഴ്സ് പറയുന്നത് അത്രയും ഗുണമുള്ളതുകൊണ്ടാണ്. ആ ഗുണങ്ങളെല്ലാം നമുക്ക് സ്പൈറുലിനയിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ ബൂസ്റ്റ് ചെയ്യാന് കൂട്ടാനായിട്ടുള്ള ബീറ്റോ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകവും നമ്മുടെ സ്പൈറുലിനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ്, മാലിന്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് മുടി കൊഴിച്ചല്, മുടി നരയ്ക്കുക, മുടി പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള വളർച്ച കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മളുടെ തലയില് ഈ മുടിയുടെ റൂട്ട് ഉണ്ടല്ലോ, വേരുകൾ, അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന് അല്ലെ നമ്മുടെ മുടിക്ക് കറുപ്പ് നിറവും അതുപോലെ തന്നെ വളർച്ചയൊക്കെ കൊടുക്കുന്ന മെലനോസൈറ്റ്സിന്റെ ഇന്റൻസിറ്റി കുറക്കണം. മെലനോസൈറ്റിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവിനെ കുറക്കാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും പ്രോട്ടീൻസും വൈറ്റമിൻസും നമ്മൾ കൊടുക്കുന്നില്ല ആവശ്യമായിട്ട്. ഇപ്പൊ മുടി വളരാനായിട്ട് നമുക്ക് പല ഘടകങ്ങളും ആവശ്യമാണ് അല്ലെ. അപ്പൊ അതൊന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉൽപാദനം കൂടുതലായിട്ട് വരും. അതാണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് നടന്ന സ്റ്റഡീസ്, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഈ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത പായല് ക്യാൻസർ, എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് PHA ലെവലിനെ കുറിച്ച് അറിയാലോ അല്ലെ. നമ്മുടെ ശരീരത്തിലുള്ള PHA ലെവലിനെ നോർമലൈസ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടുതലാവുമ്പോഴാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതും അത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടെത്തിക്കുന്നതും. അപ്പൊ അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ PHA ലെവൽ എപ്പോഴും നോർമൽ ആയിട്ട് ഇരുന്നാൽ അതൊരു നല്ല പരിധി വരെ നമ്മളെ സഹായിക്കും, ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മളുടെ ഈ ഒരു PH ലെവലിനെ നോർമലൈസ് ചെയ്യാനും സ്പൈറുലിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രക്തം ശുദ്ധീകരണത്തിനും അതുപോലെ നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാവുന്ന ടോക്സിൻസ്, മാലിന്യങ്ങളെ പുറന്തള്ളാനും അതുപോലെ നമ്മളുടെ ഹാർട്ട് റേറ്റ്, നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് റേറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാനും, അതുപോലെ ഇതിന് വേറൊരു ഗുണം എന്ന് വെച്ചാൽ കാലറി കുറവും ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുമാണ് സ്പൈറുലിനൊക്കെ. പക്ഷെ നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കാലറി വളരെ കൂടുതലായിരിക്കും, ന്യൂട്രീഷണൽ വാല്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അടുത്തായിട്ടാണ് കാലറി എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. അപ്പൊ ഈ ഒരു സ്പൈറുലിനയിൽ കാലറി കുറവും ന്യൂട്രീഷണൽ, ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് കൂടുതലും അതുപോലെ ആവശ്യമില്ലാത്ത കാലറി നമുക്ക് ശരീരത്തിന് അധികം ആവശ്യമില്ല, കുറവേ വേണ്ടുള്ളൂ. അപ്പൊ അത് കുറവുമായിട്ടുള്ളതാണ് സ്പൈറുലിൻ. അതുപോലെ തന്നെ നമ്മളുടെ ലിവർ, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ വികസനത്തിനെ സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ DHA ഉള്ളത് കൊണ്ട് തന്നെ DHA നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ടല്ലോ, DHA സപ്പോർട്ട് ചെയ്യുന്ന സ്പൈറുലിനെയും ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ്, തലച്ചോറിന്റെ വികസനം നമുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് പറയാം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യുവത്വം, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ശരീരത്തിന് കൂടുതൽ യുവത്വം നൽകി. ഈ പറഞ്ഞ പോലെ പ്രായം കാരണം നമുക്ക് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളെയും തള്ളി നീക്കാനായിട്ട് സ്പൈറുലിനൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ നാസയും പറഞ്ഞിട്ടുള്ളത് സ്പൈറുലിന ഈസ് ദ ഫുഡ് ഓഫ് ഫ്യൂച്ചർ എന്നാണ്, ഭാവിയിലേക്കുള്ള ഭക്ഷണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നാസയും സ്പൈറുലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വളരെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ഏതിനാണ്? ആമകളാണ് അല്ലെ. കടലാമകളെയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്ന് പറയാം അല്ലെ.
അവരുടെ ഏറ്റവും മെയിൻ ഫുഡാണ് ഈ സ്പൈർലീന അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കണ്ടന്റ്, ഈ ഒരു എന്താ പറയാ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെ സ്പൈർലീനയുടെ ഗുണമാണ് അവർക്ക് അത്രയും ആയുസ് നൽകുന്നത് എന്നും അവരെ ആരോഗ്യമായി വെക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അത് നമ്മളും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്കും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും. നമ്മൾ ഒരു ക്യാപ്സ്യൂള് 2 നേരം വെച്ചിട്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഭക്ഷണം കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാത്ത വ്യക്തികൾക്കാണ് ഏറ്റവും നല്ലത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ശരീരത്തിന് കിട്ടാതിരിക്കുമ്പോൾ, വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളും എല്ലാതും കിട്ടാതിരിക്കുന്ന പല ആളുകളുണ്ട് അല്ലെ. അവരിലേക്ക് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ നല്ല തിരക്കുള്ള ആളുകൾ, ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഉണ്ടാക്കാൻ നേരമില്ല, അതൊന്നും നോക്കാൻ നേരമില്ലാത്ത ആളുകൾക്ക് വളരെ നല്ലതാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പരിമിതികളല്ലാതെ ഉണ്ട് അല്ലെ. കാര്യമായിട്ട് നല്ലൊരു പ്ലേറ്റ്, ഞാൻ പറഞ്ഞ പോലുള്ള പ്ലേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തന്നെ 500 രൂപ ഒരു ദിവസം നമുക്ക് വേണ്ടി വരും. നല്ലൊരു കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലെ. അത് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം 1000 രൂപ അല്ലാണ്ട് ഇപ്പൊ കടയിൽ പോയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഒരു ദിവസത്തെ ഫുഡിന് നമുക്ക് വരുന്നുണ്ട് എന്ത് 1,500 രൂപ. പക്ഷേ അവിടെയാണ് നമ്മൾ സ്പൈറലീനയുടെ ഗുണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്പൈറലീന ബോട്ടിൽ എത്ര രൂപയാ നമ്മൾ പുറത്ത് കൊടുക്കുന്ന 1500, നമുക്ക് 1200 കിട്ടൂല. ഈ 1200 സ്പൈറലീന 60 ക്യാപ്സ്യൂൾസ് ഉണ്ട്. അപ്പൊ ഒരു ക്യാപ്സ്യൂളിന് എത്ര രൂപയാ 20 രൂപ, റൈറ്റ്? 20 റുപ്പീസ് അല്ലെ. ഈ ഒരു 20 റുപ്പീസിന്റെ 2 ക്യാപ്സ്യൂൾ 2 നേരം കഴിച്ചാൽ 40 രൂപയാണ് ആകെ ചെലവ് വരുന്നുള്ളൂ. നിങ്ങളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു സ്പൈറലീനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഈ ഒരു സാധനം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ശരീരം സംരക്ഷിക്കുക. അവനവന്റെ ആരോഗ്യം ആദ്യം നോക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, ഈ ഒരു സപ്ലിമെന്റ് നിങ്ങൾ എടുത്തു കഴിയുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെൽഹാർട്ട് ഒന്ന് കഴിച്ച് ശരീരം ഒന്ന് ക്ലീൻ ചെയ്യുക. ശരീരത്തിലുള്ള ആ കൊഴുപ്പിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ഡെയിലി ഡിറ്റോക്സും കൂടി ആവണമെന്നുണ്ടെങ്കിൽ ഉഷാറ്, ശരീരം ക്ലീൻ ആയി. എന്നിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റും സ്പൈറലീന. സ്പൈറലീനയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ മൈ ലൈഫിന്റെ സ്പൈറലീന അവിടെ ഇരിക്കട്ടെ, സ്പൈറലീനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾ നിർത്തില്ല. അറിവുള്ള വ്യക്തികള് ദിവസവും ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കുന്ന സാധനമാണ് സ്പൈറലീന. ഇനിയിപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. സ്പൈറലീന നിങ്ങൾ ഒരെണ്ണം 2 നേരം വെച്ചിട്ട് ഓരോന്ന് നിങ്ങൾ രാവിലെയും രാത്രിയും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും, വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, അയൺ, ഫോളേറ്റ്, എവറിത്തിങ് എല്ലാം അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ 2 ക്ലാസ്സിൽ നിന്നും കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമെന്നും നമ്മുടെ കമ്പനിയുടെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരണമെന്നും അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ നമ്മൾക്കും അവർക്കും ഒരുപാട് നന്മകളാണ് ഉള്ളതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.